ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലിഥിയം അയോൺ ബാറ്ററി അത് ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയിൽ നിന്ന് നമുക്ക് എങ്ങനെ കിട്ടുമെന്നും അതിൻ്റെ എത്ര വോൾട്ടേജ് കാര്യങ്ങൾ ആംപിയർ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 3 ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലെനോവയുടെ ബാറ്ററി, അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ HP ബാറ്ററി, പിന്നെ CS എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ. അങ്ങനെ 3 ബാറ്ററികളാണ് നമ്മൾ കാണുന്നത്. മെയിനായിട്ട് ഇതിനകത്ത് കാണിക്കുന്ന വോൾട്ടേജ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, 14.4 വോൾട്ടും 2500 മില്ലി ആംപിയറും ലെനോവയുടെ ബാറ്ററിയിൽ കാണിക്കുന്നത്. അപ്പോൾ അത്രയും ബാറ്ററികൾ നമുക്ക് ഉണ്ടാവും നോക്കാം. ജസ്റ്റ് ഞാനത് അതിൻ്റെ കേസ് കാര്യങ്ങളൊന്ന് വിടിയിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് നോക്കിയറിയാം. ഇതാണ് അതിൻ്റെ BMS സർക്യൂട്ട്. നമുക്ക് BMS സർക്യൂട്ട് നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കണമെന്ന് വേണമെന്നില്ല. ഇതുപോലെ തന്നെ നമുക്ക് BMS സർക്യൂട്ട് ഈ ഇതിനകത്ത് കിട്ടും, ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടും. 4 ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 4 ബാറ്ററി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംപിയർ 2500 മില്ലി ആംപിയറാണ് കമ്പനി പറയുന്നത്. അതിൻ്റെ BMS സർക്യൂട്ടാണ് നമ്മൾ ആ നേരത്തെ കാണുന്നത് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ HP ആണ് വരുന്നത്. ഇതിൻ്റെ ലെനോവയുടെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ ബാറ്ററികളും ചില ബാറ്ററികളിലാണെങ്കിൽ 4 ബാറ്ററി ഉണ്ടാവും, ചില ബാറ്ററികളിലാണെങ്കിൽ അതിൻ്റെ അകത്ത് 6 ബാറ്ററി ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് HP ബാറ്ററിയാണ്. HP ബാറ്ററി ഞാൻ ഇതുപോലെ തന്നെ ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും സെയിം വോൾട്ടേജ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും 14.1 വോൾട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വരുന്നത് മാക്സിമം കപ്പാസിറ്റി ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ വരുന്നതും 2500 മില്ലി ആംപിയറാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ 4 ബാറ്ററിയാണ് ഉള്ളത്. പിന്നെ ഒരു വാട്ട്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 34 വാട്ട്സാണ് പറയുന്നത്. നമ്മുടെ ലെനോവയിൽ 44 വാട്ട്സ് പറയുന്നുണ്ട്. അങ്ങനെ വാട്ട്സ് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് ചില ബാറ്ററി അനുസരിച്ചിട്ട് ഇതിന് വ്യത്യാസങ്ങൾ കാണിക്കും. ലിഥിയം അയോൺ ബാറ്ററിയുടെ കമ്പനിയുടെ അനുസരിച്ചിട്ടും അതിൻ്റെ സീരിയൽ നമ്പർ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കും. 4 ബാറ്ററിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ 4 ബാറ്ററി സെപ്പറേറ്റ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് BMS സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. BMS സർക്യൂട്ടിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള ജസ്റ്റ് അതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ അറിയാൻ സാധിക്കും. നിങ്ങൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഈ BMS സർക്യൂട്ട് തന്നെ നമുക്ക് ഈ BMS, അതായത് ഇപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയിലുള്ള BMS സർക്യൂട്ട് വേണമെങ്കിൽ നമുക്ക് പുറമെ അത് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തത് CS എന്ന് പറയുന്ന അടുത്തൊരു, ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ബ്രാൻഡഡ് അല്ല എന്നും തോന്നുന്നു. കുറച്ചുകൂടി അതിൻ്റെ വോൾട്ടേജ് നോക്കിയറിയാം, 10.8 വോൾട്ട്. പക്ഷേ അതിൻ്റെ മില്ലി ആംപിയർ കൂടുതലാണ്, 4400 മില്ലി ആംപിയറാണ് പറയുന്നത്. ഈ ബാറ്ററി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് ഇത് കവർ പൊട്ടിച്ചിട്ടില്ല ഞാൻ, എന്നാലും അതിൻ്റെ സ്റ്റിക്കർ മാറ്റി അറിയാൻ പറ്റും. കണ്ടോ, ഈ സെക്ഷനിൽ 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ ടോട്ടൽ 6 ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ടാണ് 4400 മില്ലി ആംപിയർ വന്നിരിക്കുന്നത്. വോൾട്ടേജ് കുറവാണെങ്കിലും ആംപിയർ കൂടുതലാണ്. മറ്റേതിൽ നമ്മൾ കണ്ടതിൽ 14.4 വോൾട്ട് അല്ലെങ്കിൽ മാക്സിമം നമുക്കൊരു 12 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമെങ്കിലും അതിൻ്റെ മില്ലി ആംപിയർ 2500 വരുന്നത്. ഇതിൻ്റെ ബാറ്ററിയുടെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്കിതിൻ്റെ വോൾട്ടേജ് കുറവും ആംപിയർ കൂടുതലാണ്. അപ്പോൾ അതായത് നമുക്ക് കൂടുതൽ നേരം കപ്പാസിറ്റി കിട്ടും എന്നാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ലെനോവയിൽ വരുന്നത് വാട്ട് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, 2000 സംതിങ് ആണ് മില്ലി ആംപിയറാണ് വരുന്നത്. ഇതിൽ വരുന്നത് അതിൻ്റെ നേരെ ഇരട്ടിയാണ് വരുന്നത്. 6 ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, മറ്റേ 4 ബാറ്ററിയാണ് വരുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് BMS സർക്യൂട്ട്, അതായത് ലിഥിയം അയോൺ ബാറ്ററികൾ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഒരിക്കലും ചാർജ് ചെയ്യാൻ പാടില്ല. കാരണം എക്സ്പ്ലോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് പൊട്ടിത്തെറിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തീപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹൈ പ്രശ്നങ്ങളുള്ള ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് BMS ചാർജ് ഉപയോഗിച്ചിട്ട് വേണം ചാർജ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് എല്ലാ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയിലാണെങ്കിലും നമ്മൾ ലിഥിയം അയോൺ ബാറ്ററിയിൽ BMS സർക്യൂട്ടാണ് വരുന്നത്. ഈ BMS സർക്യൂട്ട് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയുടെ അകത്തുനിന്നും നമുക്ക് BMS സർക്യൂട്ട് കിട്ടും. ഇത് ഏകദേശം പറയുമ്പോൾ ഇപ്പോൾ 4 ബാറ്ററി അല്ലെങ്കിൽ 6 ബാറ്ററി വരുന്ന സ്ഥലത്താണെങ്കിൽ മിനിമം 20 ആംപിയറിൻ്റെ, അതായത് 20 ആംപിയറെങ്കിലും ഉള്ള BMS സർക്യൂട്ടായിരിക്കും ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുമ്പോൾ BMS സർക്യൂട്ട് ഏകദേശം 350 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി എവിടെയെങ്കിലും അറേഞ്ച് ചെയ്താൽ അതിൻ്റെ അകത്ത് BMS സർക്യൂട്ട് നമുക്ക് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.